friends, എൻ്റെ സ്നേഹിതന്മാരെ, today the Lord wants to fill you with His wisdom. ഇന്ന് കർത്താവ് തന്റെ ജ്ഞാനത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. The Lord's wisdom is coming upon us. കർത്താവിന്റെ ജ്ഞാനം നമ്മുടെ മേൽ വരുന്നു. Are you glad? നിങ്ങൾക്കതിൽ സന്തോഷമില്ലേ? Do you believe that you will be a wise man, a wise woman? നിങ്ങൾ ബുദ്ധിയുള്ള ഒരു പുരുഷനായി മാറും, ഒരു സ്ത്രീയായി മാറും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you think God's wisdom can operate in you? ദൈവത്തിന്റെ ജ്ഞാനത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Tell your friend, I'm going to be a wise man. നിങ്ങളുടെ സ്നേഹിതനോട് പറയുവിൻ, ഞാൻ ബുദ്ധിയുള്ള ഒരു പുരുഷനായി മാറുവാൻ പോകുന്നു. I'm going to be a wise ഞാൻ woman. ബുദ്ധിയുള്ള ഒരു സ്ത്രീയായി തീരുവാൻ പോകുന്നു. If they say, I don't believe you, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നവർ പറയുകയാണെങ്കിൽ give a nice beating. അവർക്ക് നല്ല അടി കൊടുക്കണം. Say, I'm going to be a wise man. ഞാൻ ഒരു ബുദ്ധിമാനായി മാറുവാൻ പോകുന്നു എന്ന് പറയുവിൻ. This is the only time I'm giving you permission to ഇപ്പോൾ beat. മാത്രമാണ് അവരെ അടിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നത്. I'm just joking. Already some of you have beat them. ഞാൻ തമാശ പറയുകയാണ്. നിങ്ങളിൽ ചിലർ ഇപ്പോൾ തന്നെ അവരെ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. Be confident that the Lord is giving you His own wisdom. ദൈവം തന്റെ സ്വന്തം ജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളത് ദൃഢമായി വിശ്വസിക്കുവിൻ. He says in Jeremiah 33:3, യിരെമ്യാവ് 33:3 കർത്താവ് പറയുന്നു, call unto me എന്നെ വിളിച്ച് അപേക്ഷിക്കാം, and I will answer you ഞാൻ നിനക്ക് ഉത്തരമരുളും, and tell you great and unsearchable things that you do not know. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. Many times we don't call unto Him. പലപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ച് We അപേക്ഷിക്കുന്നില്ല, don't ask Him. നമ്മൾ ദൈവത്തോട് And യാചിക്കുന്നില്ല. so we lose this great opportunity to receive the wisdom of God. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്തായ ജ്ഞാനം പ്രാപിക്കുവാനുള്ള അവസരം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നു. He says, only if my children call unto me. ദൈവം പറയുന്നു, എന്റെ മക്കൾ എന്നെ വിളിച്ച് അപേക്ഷിച്ചാൽ മാത്രം I'm waiting to answer them and show them great and unsearchable things. ഞാൻ അവർക്ക് ഉത്തരം അരുളുവാനും മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുവാനും കാത്തിരിക്കുന്നു. If not you, then who will show this wisdom of God to this world? നിങ്ങളല്ലെങ്കിൽ മറ്റാരാണ് ദൈവത്തിന്റെ ജ്ഞാനം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക? Who will bring the plans of God into this world? ആരാണ് ദൈവത്തിന്റെ പദ്ധതികൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരിക? My friends, you are the representatives of God's wisdom to bring it into this world. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ ദൈവിക ജ്ഞാനത്തിന്റെ പ്രതിനിധികളാണ്. നിങ്ങളാണ് ആ ജ്ഞാനം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. So boldly ask Him. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തോട് യാചിക്കുവിൻ. Let your wisdom operate in me, Lord. കർത്താവേ, അങ്ങയുടെ ജ്ഞാനം എന്നിൽ പ്രവർത്തിക്കട്ടെ. Let every action only come out with your wisdom. എന്റെ സകല പ്രവൃത്തികളും അങ്ങയുടെ ജ്ഞാനത്തോടുകൂടി മാത്രം വെളിപ്പെടട്ടെ. Take away my own thinking. എന്റെ സ്വന്തം ചിന്തകളെ അങ്ങ് എടുത്തു മാറ്റണമേ. I don't want it. എനിക്ക് അതൊന്നും ആവശ്യമില്ല. I want to think godly thought. എനിക്ക് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. I want to bring God's wisdom in action. ദൈവത്തിന്റെ ജ്ഞാനം പ്രാവർത്തികമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And He will surely give you. തീർച്ചയായും ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകും. Why do we need this wisdom today? ഇന്ന് നമുക്ക് ഈ ദൈവിക ജ്ഞാനം എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു? In 2 Corinthians 4:4, 2 കൊരിന്ത്യർ 4:4 it says the devil is blinding us from receiving the gospel of light. ആ വാക്യം പറയുന്നു, തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ പിശാച് നമ്മുടെ മനസ്സ് കുരുടാക്കുന്നു. It is so unfortunate that the devil blinds our eyes. പിശാച് നമ്മുടെ മനസ്സുകളെ, കണ്ണുകളെ കുരുടാക്കുന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. Not being able to receive this wisdom. നമുക്ക് ഈ ജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കാതെയിരിക്കുന്നത് നിർഭാഗ്യകരമാണ്. From not being able to know Him. നമുക്ക് ദൈവത്തെ അറിയുവാൻ സാധിക്കാതിരിക്കുന്നത്, From knowing the thoughts of God. ദൈവത്തിന്റെ ചിന്തകൾ അറിയുവാൻ കഴിയാതിരിക്കുന്നത്. And instead we become stupid people. അതിന് പകരം പലപ്പോഴും നമ്മൾ വിഡ്ഢികളായി മാറുന്നു. Doing all stupid things. നമ്മൾ എല്ലാ വിഡ്ഢിത്തങ്ങളും ചെയ്യുന്നു. Doing all simple lowly നമ്മൾ things. നിസ്സാരമായ നിലവാരമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു. Whereas God has great thoughts to show you. എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ദൈവത്തിന്റെ പക്കൽ മഹത്തായ ചിന്തകളുണ്ട്. The devil blinds us by distracting us. നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ച് പിശാച് നമ്മെ കുരുടന്മാരാക്കി മാറ്റുന്നു. He shows you all the joys of the world and he blinds you. അവൻ ലോകത്തിന്റെ സകല സന്തോഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിങ്ങളെ കുരുടന്മാരാക്കുന്നു. He says, drink this alcohol and you'll become so pleasurable. അവൻ പറയുന്നു, ഈ മദ്യം കഴിക്കൂ, നിങ്ങൾ വളരെയധികം സന്തോഷമുള്ളവരായി മാറും. You'll forget all your worries. നിങ്ങൾ നിങ്ങളുടെ സകല വിഷമങ്ങളും മറക്കും. You'll live freely. നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനാകും. And he blinds us. അങ്ങനെ അവൻ നമ്മെ He കുരുടന്മാരാക്കും. shows you all entertainment അവൻ സകല വിനോദങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും. and makes you so dull.
അവൻ നിങ്ങളെ ശോഭയില്ലാത്തവരാക്കി മാറ്റും. Takes away every seriousness from us. ദൈവത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ അവൻ നമ്മിൽ നിന്ന് എടുത്തു മാറ്റും. Takes away every passion from doing the will of God. ദൈവഹിതം നിറവേറ്റണമെന്ന തീവ്രമായ അഭിലാഷം നമ്മിൽ നിന്ന് അവൻ എടുത്തു മാറ്റും. He brings you problems. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ And he സൃഷ്ടിക്കും. makes you shake in fear. നിങ്ങൾ പേടിച്ചു വിറയ്ക്കും. അതിനാവശ്യമായതെല്ലാം അവൻ ചെയ്യും. The devil blinds us from receiving the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കുന്നതിൽ നിന്ന് പിശാച് നമ്മെ തടുത്തു നിർത്തുന്നു, നമ്മെ But കുരുടന്മാരാക്കുന്നു. God says this is enough. എന്നാൽ ദൈവം പറയുന്നു, അവൻ എന്റെ മക്കളെ വേണ്ടത്ര വേദനിപ്പിച്ചു. I want my children to see clearly my thoughts. ഇനി എന്റെ മക്കൾ വ്യക്തമായി എന്റെ ചിന്തകളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. My great and unsearchable എന്റെ thoughts. മഹത്തായ അഗോചരമായ ചിന്തകളെ അവർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. It is coming, my friends. സ്നേഹിതന്മാരെ, അത് നമ്മെ തേടി വരുന്നു. This great grace is coming from ഇന്നു today മുതൽ ഈ മഹത്തായ കൃപ നമ്മെ തേടി വരുന്നു. to make us wise people in the Lord, ദൈവത്തിൽ നമ്മെ ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നതിനെ, to make us see clearly and to move forward in life. ജീവിതത്തിൽ സകലതും വ്യക്തമായി ദർശിച്ച് നമ്മെ മുന്നോട്ട് How പോകുമാറാക്കുന്നതിനെ. is God's wisdom different from the wisdom of man? എങ്ങനെയാണ് ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? When man faces a problem, മനുഷ്യൻ ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ he tries to think of some solution on what to do and he panics. അവൻ എന്തെങ്കിലും ഒരു പരിഹാര മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തനാകുന്നു. He rushes into a bigger mess as per Proverbs 14:16. സദൃശവാക്യങ്ങൾ 14:16 പ്രകാരം അവൻ വലിയ ഭോഷത്വം പ്രവർത്തിക്കുന്നു. And he creates a big mess in his life. അവൻ തന്റെ ജീവിതത്തിൽ വഷളായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. He looks at some sort of shortcut around him to get through this problem. പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒരു കുറുക്കുവഴിക്കായി അവൻ തന്റെ ചുറ്റിലും തിരയുന്നു. Trying to find some way to solve it, trying to even find a way to cheat. ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. ചിലപ്പോൾ ചതിപ്രയോഗങ്ങളിലൂടെ അത് പരിഹരിക്കുവാനും നമ്മൾ Or ശ്രമിക്കാറുണ്ട്. we go and ask somebody around us, can you please help അല്ലെങ്കിൽ us? നമുക്ക് ചുറ്റിലുമുള്ള ആരെങ്കിലും ഒരാളെ സമീപിച്ച് നമ്മൾ ചോദിക്കുന്നു, താങ്കൾക്ക് എന്നെ സഹായിക്കുവാൻ കഴിയുമോ? We try to find someone who can നമ്മെ help us. സഹായിക്കുവാൻ പ്രാപ്തനായ ആരെങ്കിലും ഒരാളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു. Immediately that is our thought. ഉടനടി നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. Sometimes they don't find any help and feel helpless. ചിലപ്പോൾ അവർക്കൊരു സഹായവും ലഭിക്കില്ല. അവർ തികച്ചും നിസ്സഹായരായി മാറും. This is the limit of man's wisdom. മാനുഷികമായ ജ്ഞാനത്തിന്റെ പരിമിതി ഇതാകുന്നു. To see what is around and find something to have wisdom. ജ്ഞാനം സ്വന്തമാക്കുന്നതിന് വേണ്ടി അവൻ ചുറ്റിലും നോക്കുന്നു. അത് നേടുവാൻ എന്തെങ്കിലും കണ്ടെത്തുന്നു. But God does not have to think at all. എന്നാൽ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. He knows all things and he sees all. ദൈവം സകലതും അറിയുന്നു, സകലതും കാണുന്നു. He knows what is in the past. He knows the present and what is yet to ഭൂതകാലത്തിൽ come. എന്താണ് നടന്നതെന്ന് ദൈവത്തിനറിയാം. ഇന്ന് നടക്കുന്നതും നാളെ നടക്കുവാൻ പോകുന്നതും എന്താണെന്ന് ദൈവത്തിനറിയാം. While man is trying to find out the secrets of the earth and secrets of the stars, ഭൂമിയുടെയും നക്ഷത്രങ്ങളുടെയും പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുവാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, while he's trying to find out new things, അവൻ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ, God is already the one who created all these things. ദൈവമാണ് ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൃഷ്ടിച്ചത്. He knows every inch of it. ഇവയുടെയെല്ലാം ഓരോ ഇഞ്ചിലും എന്താണ് ഉള്ളതെന്ന് ദൈവത്തിനറിയാം. He has all the wisdom in his hand. ദൈവത്തിന്റെ കരങ്ങളിൽ സകല ജ്ഞാനവുമുണ്ട്. Isaiah 40:13 and 14 says, യെശയ്യാവ് 40:13-14 പറയുന്നു, the Lord doesn't need to consult anyone. ദൈവത്തിന് ആരോടും ആലോചന ചോദിക്കേണ്ട ആവശ്യമില്ല. Consult anyone about what is the right way. ശരിയായ മാർഗം ഏതാണെന്നറിയുവാൻ ദൈവത്തിന് ആരോടും ആലോചന ചോദിക്കേണ്ട കാര്യമില്ല. Who can teach the Lord? ആർക്കാണ് ദൈവത്തെ പഠിപ്പിക്കുവാൻ കഴിയുക? Isn't he full of all wisdom? ദൈവം സകല ജ്ഞാനത്താലും നിറഞ്ഞവനല്ലേ? There was a church member who was listening to a pastor's message. ഒരിക്കൽ ഒരു സഭയിലെ അംഗം ഒരു പാസ്റ്ററുടെ സന്ദേശം കേൾക്കുകയായിരുന്നു. And when the pastor finished speaking, പാസ്റ്റർ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ the member came rushing and said, Pastor, your message was great. ഈ സഭയിലെ അംഗം ഓടി വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, താങ്കളുടെ സന്ദേശം അതിമനോഹരമായിരുന്നു, മഹത്തായതായിരുന്നു. But I have a doubt. എന്നാൽ എനിക്കൊരു സംശയമുണ്ട്. What is it, brother? പാസ്റ്റർ ചോദിച്ചു, എന്താണ് സഹോദര താങ്കളുടെ സംശയം? And he said, Pastor, I cannot see God, so
I am unable to believe that He exists. ആ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. Pastor said, just now this man congratulated me for the message. പാസ്റ്റർ പറഞ്ഞു, ഇപ്പോഴാണ് ഈ മനുഷ്യൻ എന്റെ സന്ദേശം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അഭിനന്ദിച്ചത്. And now he says he doesn't believe God. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന്. Ayyo, what message reached him? പ്രസംഗത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് എന്ത് സന്ദേശമാണ് ലഭിച്ചത്? He said, brother, പാസ്റ്റർ പറഞ്ഞു, you സഹോദരൻ, also cannot see your brain. താങ്കൾക്ക് താങ്കളുടെ തലച്ചോർ കാണുവാൻ കഴിയുന്നില്ലല്ലോ. Does that mean there is no brain? അതിന്റെ അർത്ഥം താങ്കൾക്ക് തലച്ചോറില്ല എന്നതാണോ? That is all our thinking is. നമ്മുടെ ചിന്തകളെല്ലാം അതുപോലെയാണ്. We only believe what we see. നമ്മൾ കാണുന്നത് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. We only think around what we see with our eye. നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെ മാത്രമാണ് വിശ്വസിക്കുന്നത്. Our knowledge is limited. നമ്മുടെ അറിവ് പരിമിതമാണ്. But God says, I'm willing to share my wisdom to you. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് പകർന്നു നൽകുവാൻ തയ്യാറായിരിക്കുന്നു. Great and unsearchable things await you. മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. I will transform your thinking ഞാൻ നിങ്ങളുടെ ചിന്താധാരകളെ into രൂപാന്തരപ്പെടുത്തും. godly thinking. അവയെ ഞാൻ ദൈവിക ചിന്തകളാക്കി മാറ്റും. You're going to go into society with such thoughts of God. നിങ്ങൾ അതുപോലെയുള്ള ദൈവിക ചിന്തകളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ So what പോകുന്നു. is this wisdom of God? അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? How does it operate? എങ്ങനെയാണ് ഇത് If പ്രവർത്തിക്കുന്നത്? we see James 3:17, നിങ്ങൾ യാക്കോബ് 3:17 the വായിക്കുകയാണെങ്കിൽ Bible says, but the wisdom of God that comes from heaven വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ ജ്ഞാനമോ അത് ഉയരത്തിൽ നിന്ന് വരുന്നു. is first of all pure, then peace loving, അത് ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തവും considerate, submissive, full of mercy and good fruit, അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും impartial and sincere. പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. The wisdom is the characteristics and the nature of God. ദൈവത്തിന്റെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയാണ്. This is firstly what wisdom is. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് ദൈവത്തിന്റെ It is the ജ്ഞാനം. nature of God Himself. സത്യത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സ്വഭാവമാണ്. It is having the characteristics of God. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മിൽ ഉണ്ടാകുക എന്നതാണ് ജ്ഞാനം. If you see Genesis 39:8, നിങ്ങൾ ഉൽപ്പത്തി 39:8 വാക്യം വായിക്കുകയാണെങ്കിൽ through this wisdom, ഈ ജ്ഞാനം മുഖാന്തരം Joseph was able to escape the seduction of that woman. ആ സ്ത്രീയുടെ വശീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ യോസേഫിന് കഴിഞ്ഞു. And wisdom made him guard his purity. ജ്ഞാനം തന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ അവനെ പ്രാപ്തനാക്കി. Many times we fall into the trap of lust. പലപ്പോഴും നമ്മൾ ജഡമോഹമെന്ന കെണിയിൽ വീണു പോകുന്നു. When it is so tempting, അത് നമ്മെ വളരെയധികം പ്രലോഭിപ്പിക്കുമ്പോൾ we give ourselves into it. നാം നമ്മെ തന്നെ അതിന് വശംവദരാക്കി തീർക്കുന്നു. And we lose our value. നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. We lose our future. നമുക്ക് നമ്മുടെ ഭാവി ജീവിതവും നഷ്ടപ്പെടുന്നു. That is why wisdom protects us. അതുകൊണ്ടാണ് അത്തരം കെണികളിൽ അകപ്പെടാതെ ദൈവത്തിന്റെ ജ്ഞാനം നമ്മെ കാത്തു സൂക്ഷിക്കുന്നത്. It brings the purity of God. ആ ജ്ഞാനം ദൈവിക വിശുദ്ധി നമ്മിലേക്ക് കൊണ്ടുവരുന്നു. It guards us at that moment. ആ സന്ദർഭത്തിൽ ജ്ഞാനം നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. Receive this nature of God. ദൈവത്തിന്റെ ഈ അടിസ്ഥാന സ്വഭാവം നമുക്ക് ലഭിക്കുന്നതിനെ Tell him, let wisdom make me pure. ദൈവത്തോട് പറയുവിൻ, ജ്ഞാനം എന്നെ വിശുദ്ധനാക്കി തീർക്കട്ടെ. And in 1 Samuel 24, 1 ശമൂവേൽ 20:4 വാക്യത്തിൽ David was able to show mercy to King Saul through wisdom. ജ്ഞാനത്തിലൂടെ രാജാവായ ശൗലിനോട് കരുണ കാണിക്കുവാൻ ദാവീദിന് സാധിച്ചു. Someone who brought great trouble to him. ദാവീദിനെ വളരെയധികം ശല്യപ്പെടുത്തിയ ഒരാളായിരുന്നു ശൗൽ. Still David was able to show mercy and good fruit. എന്നിട്ടും ശൗലിനോട് കരുണ കാണിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു, ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും. Wisdom brought the characteristic of mercy. ജ്ഞാനം കൃപയുടെ സവിശേഷമായ ഗുണങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. If it were our nature, we would only think revenge. നമ്മൾ അത്തരമൊരു അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ സ്വഭാവപ്രകാരം നമ്മൾ പ്രതികാരത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. But thank God that wisdom protects us.
എന്നാൽ ദൈവിക ജ്ഞാനം നമ്മെ സംരക്ഷിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. to show mercy and forgive. ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നതിനെ ദൈവത്തിന് In സ്തോത്രം. Jonah 2, യോന 2-ാം അധ്യായത്തിൽ God made Jonah, the wisdom made Jonah submit and humble himself. തന്നെത്താൻ താഴ്ത്തുവാൻ, ദൈവത്തിന് കീഴടങ്ങുവാൻ ദൈവത്തിന്റെ ജ്ഞാനം യോനയെ പ്രാപ്തനാക്കി. To not be disobedient but to obey God. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാതെ ദൈവത്തെ അനുസരിക്കുവാൻ യോനയെ പ്രാപ്തനാക്കി. Wisdom makes us submissive and obey the Lord. ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തിന് കീഴടങ്ങുവാനും നമ്മെ പ്രാപ്തരാക്കുന്നു. In Job 2:10, യോബ് 2:10 wisdom gave Job peace in the midst of all the calamity and destruction in his life. ജീവിതത്തിലെ സകല ദുരന്തങ്ങൾക്കും നാശങ്ങൾക്കും നടുവിൽ ദൈവത്തിന്റെ ജ്ഞാനം യോബിനെ സമാധാനം നൽകി. What do we do when everything around us is being destroyed? നമുക്ക് ചുറ്റിലുമുള്ള സകലതും നശിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? When we are losing all things, നമുക്ക് സകലതും നഷ്ടപ്പെടുമ്പോൾ wisdom still protected Job in peace. അപ്പോഴും യോബിനെ ജ്ഞാനം സമാധാനം നൽകി യോബിനെ സംരക്ഷിച്ചു. It makes us have the peace of God അതെ, ദൈവ സമാധാനം സ്വന്തമാക്കുവാൻ ജ്ഞാനം നമ്മെ പ്രാപ്തരാക്കുന്നു. and not worry, വിഷമിക്കാതിരിക്കുവാൻ, not lose all hope. പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാനും. Wisdom brings all these characteristics of God into us. ദൈവിക ജ്ഞാനം ദൈവത്തിന്റെ ഈ സ്വഭാവ സവിശേഷതകൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. We are able to have this nature of God within us. നമുക്കുള്ളിൽ ദൈവത്തിന്റെ ഈ സ്വഭാവം സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയുന്നു. Yes, thank the Lord for all this nature of God is coming അതെ, into you. ദൈവത്തിന്റെ സകല സ്വഭാവ സവിശേഷതകളും നിങ്ങളിലേക്ക് വരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം കരേറ്റുവിൻ. Tell him, make me like you, Lord. ദൈവത്തോട് പറയുവിൻ, കർത്താവേ, എന്നെ അങ്ങയെപ്പോലെ ആക്കേണമേ. Help me have such wisdom. അതുപോലെയുള്ള ജ്ഞാനം സ്വന്തമാക്കുവാൻ എന്നെ സഹായിക്കണമേ. And secondly, രണ്ടാമതായി, wisdom transforms your whole situation. ജ്ഞാനം നിങ്ങളുടെ സകല സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നു. Not only your nature and your heart, നിങ്ങളുടെ ഹൃദയത്തിലെ സ്വഭാവത്തെ മാത്രമല്ല, but it gives power in your situation. എന്നാൽ നിങ്ങളുടെ സാഹചര്യങ്ങളിലും അത് നിങ്ങൾക്ക് ശക്തി പകരുന്നു. In Daniel 2:48, ദാനിയേൽ 2:48 വാക്യത്തിൽ, in Daniel 2:46, ദാനിയേൽ 2:46 വാക്യത്തിൽ, through the wisdom that Daniel spoke in, ദാനിയേൽ തന്റെ ജ്ഞാനത്തിലൂടെ സംസാരിച്ചു. ആ ജ്ഞാനം കണ്ടപ്പോൾ the king fell before the feet of Daniel. രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. And he admitted, your God is great. നിന്റെ ദൈവം രാജാതി രാജാവാണ്, വലിയവനാണ് എന്ന് രാജാവ് അംഗീകരിക്കുകയും ചെയ്തു. He can solve any mystery. നിന്റെ ദൈവത്തിന് ഏത് രഹസ്യത്തെയും വെളിപ്പെടുത്തുവാൻ കഴിയും. He bowed before the wisdom that operated through Daniel. ദാനിയേൽ മുഖാന്തരം പ്രവർത്തിച്ച ആ ജ്ഞാനത്തെ രാജാവ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. There was a little black American boy. അമേരിക്കക്കാരനായ കറുത്ത ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു. He was a slave boy. അവൻ ഒരു അടിമ ബാലനായിരുന്നു. He loved working among the plants. ചെടികളെ നിരീക്ഷിച്ച് അവയെ പരിപാലിച്ച് പ്രവർത്തിക്കുവാൻ അവൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. And he would always try to find some medicinal use to take care of the plants. ചെടികളെ പരിപാലിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും വിധത്തിലുള്ള ഔഷധ പ്രയോഗങ്ങൾ കണ്ടെത്തുവാൻ അവൻ എപ്പോഴും ശ്രമിച്ചിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. But as he was a slave എന്നാൽ boy, അവൻ ഒരു അടിമ ബാലനായിരുന്നതുകൊണ്ട് അവൻ അതിന് he കഴിഞ്ഞില്ല. was tired of living like that. അടിമ ജീവിതം അവന് വളരെയധികം മടുത്തു. And he asked the Lord, അവൻ കർത്താവിനോട് യാചിച്ചു, Lord, make me somebody great in this world. കർത്താവെ, എന്നെ ഈ ലോകത്തിൽ അങ്ങ് ഒരു വലിയവനാക്കി മാറ്റണമേ. I'm tired of living like this. ഇങ്ങനെ ജീവിച്ച് എനിക്ക് മടുത്തിരിക്കുന്നു. Can you raise me up? കർത്താവെ, അങ്ങേക്ക് എന്നെ ഉയർത്തുവാൻ കഴിയുമോ? And that night, അന്ന് രാത്രി the Lord answered കർത്താവ് അവനെ ഉത്തരമരുളി and showed him 300 different products that could be made from the peanut. നിലക്കടലയിൽ നിന്ന് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന വ്യത്യസ്തമായ 300 ഉൽപ്പന്നങ്ങൾ ദൈവം അവനെ കാണിച്ചു കൊടുത്തു. As the Lord showed him each product, his heart was so happy.
ഓരോ ഉൽപ്പന്നങ്ങൾ ദൈവം അവന് കാണിച്ചു കൊടുക്കുമ്പോഴും അവന്റെ ഹൃദയം അത്യധികം ആനന്ദിക്കും. What great wisdom you share with me, Lord. കർത്താവ്, എത്ര വലിയ ജ്ഞാനമാണ് അങ്ങ് എന്നോട് പങ്കിട്ടിരിക്കുന്നത്. This is amazing. ഇത് And വിസ്മരണീയമായിരിക്കുന്നു. he wrote it down. അവൻ അതെല്ലാം വ്യക്തമായി എഴുതിയെടുത്തു. And he ran to a convention that was happening, അവൻ അവിടെ നടന്നിരുന്ന ഒരു കൺവെൻഷൻ ഹാളിലേക്ക് ഓടിച്ചെന്നു. where several government leaders and great scientists were meeting. അവിടെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വലിയ ശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് And കൂടിയിരുന്നു. they were sharing their latest inventions. അവർ ഏറ്റവും പുത്തൻ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുകയായിരുന്നു. And when this boy entered in, ഈ ബാലൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ he said, "Give me some time to show you what I have." അവൻ പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ എനിക്ക് അല്പം സമയം തരൂ. Everybody laughed at him. അത് കേട്ടപ്പോൾ എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു. They said, "What can a little slave boy show us?" അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ അടിമ ബാലനായ നിന്റെ പക്കൽ എന്താണുള്ളത്? What do you think this place is, boy? ഈ സ്ഥലം ഏത് സ്ഥലമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? You've come to the wrong place. നീ തെറ്റായ സ്ഥലത്തേക്ക് They വന്നിരിക്കുന്നു. said, "Okay, let us have some entertainment in the midst of പിന്നീട് the അവർ serious പറഞ്ഞു, ഈ discussion." ഗൗരവമേറിയ ചർച്ചകൾക്കിടയിൽ ഞങ്ങൾക്ക് കുറച്ച് നേരം പോക്കാവാം. നിനക്ക് എന്താണ് പറയാനുള്ളത്? Let the boy speak. ഈ ബാലൻ സംസാരിക്കട്ടെ. And as he began to speak, അവൻ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ as he shared each product that could be made from the peanut, നിലക്കടലിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഓരോ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അവൻ വിവരിച്ചപ്പോൾ everyone were amazed from where this wisdom ഈ came. ബാലനെ എവിടെ നിന്നാണ് ഈ ജ്ഞാനമെല്ലാം ലഭിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ എല്ലാവരും അത്ഭുതപ്പെട്ടു. They all stood up and clapped for this little boy. അവർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ കൊച്ചു ബാലന് വേണ്ടി കരഘോഷം മുഴക്കി. And today, this little boy called George Washington Carver is known as the Peanut King. ഇന്ന് ജോർജ് വാഷിംഗ്ടൺ കാർബർ എന്ന ഈ കൊച്ചു ബാലൻ നിലക്കടലയുടെ രാജാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. He had made through peanut butter, flour, paste, soap and 300 products through the peanut. നിലക്കടലയിൽ നിന്ന് അവൻ പീനട്ട് ബട്ടർ, പേസ്റ്റ്, സോപ്പ് എന്നിങ്ങനെ 300 ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. And the world praises him. ഇന്ന് ലോകം അദ്ദേഹത്തെ വാഴ്ത്തുന്നു. It transforms your അതെ, situation. ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുന്നു. From being a slave ഒരു അടിമ ബാലന്റെ അവസ്ഥയിൽ into നിന്ന് making you someone great. ദൈവം നിങ്ങളെ വലിയൊരാളാക്കി മാറ്റുന്നു. Yes, it is a solution in the midst of problem. അതെ, ദൈവം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പരിഹാര മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. It is the great and unsearchable things which the Lord has promised. ദൈവം മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. The Lord freely gives it to us. ദൈവം അതെല്ലാം സൗജന്യമായി നമുക്ക് As നൽകുന്നു. per Luke 2:52, ലൂക്കോസ് 2:52 പ്രകാരം Jesus grew in wisdom യേശു ജ്ഞാനത്തിൽ മുതിർന്നു വന്നു. and he increased in stature and favor with God and man. യേശു വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു It വന്നു. brought him great stature in his life അത് ജീവിതത്തിൽ യേശുവിന് വലിയ അന്തസ്സും വളർച്ചയും നൽകി. and favor before men and favor before God. കൂടാതെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ യേശുവിനെ കൃപയും നൽകി. Everyone was amazed at the words Jesus spoke. യേശുക്രിസ്തുവിന്റെ ലാവണ്യ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു, വിസ്മയത്തിലാണ്ടുപോയി. Every answer he gave to the questions of the people, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് യേശു നൽകിയ ഓരോ ഉത്തരങ്ങളും ജനങ്ങളെ വിസ്മയിപ്പിച്ചു. he was full of the nature of God. യേശു ദൈവിക ഭാവത്താൽ, ദൈവിക സ്വഭാവത്താൽ നിറഞ്ഞിരുന്നു. He was full of the thoughts of God. യേശു ദൈവിക ചിന്തകളാൽ നിറഞ്ഞിരുന്നു. That wisdom is coming upon us, my friend. ഇപ്പോൾ ആ ജ്ഞാനം നമ്മുടെ മേൽ വരികയാണ്. Get ready to receive it. അത് സ്വീകരിക്കുവാൻ തയ്യാറാകുവിൻ. How do we receive this wisdom? നമുക്ക് എങ്ങനെ ഈ ജ്ഞാനം പ്രാപിക്കാനാകും? Where is it? എവിടെയാണിത്? Is it available in the supermarket? ഇത് സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണോ? They'll show you, go to that third aisle, you'll see it in the corner in a bottle. ആ മൂന്നാമത്തെ വരിയിൽ അവസാനത്തെ ബോട്ടിലിൽ ഇരിക്കുന്നത് ജ്ഞാനമാണെന്ന് അവർ നിങ്ങളോട് പറയുമോ? You can't find it like that. നിങ്ങൾക്ക് അതുപോലെ അത് കണ്ടെത്തുവാൻ കഴിയില്ല. You can't find it in the market and people selling it. Hey, get 3 bottles of wisdom for just 10 rupees. 10 രൂപയ്ക്ക് 3 കുപ്പി ജ്ഞാനം എന്നിങ്ങനെ ജനങ്ങൾക്ക് ഇത് വിൽക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കത് വാങ്ങുവാനും സ്വന്തമാക്കുവാനും കഴിയില്ല. Wisdom is with your heavenly Father. ജ്ഞാനം നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ പക്കലാണ്. It is a precious treasure that he gives to only a few of his people.
തന്റെ ഏതാനും ചില ജനങ്ങൾക്ക് ദൈവം നൽകുന്ന അമൂല്യമായ നിക്ഷേപമാണ് ജ്ഞാനം. Who are these few people? ഏതാനും ചിലർക്ക് ദൈവം ഈ ജ്ഞാനം നൽകുന്നു. ആരാകുന്നു അവർ? James 1:5 says, യാക്കോബ് 1:5 പറയുന്നു, God gives wisdom generously without finding fault to all who ask him. ദൈവം ജ്ഞാനത്തിനായി തന്നോട് യാചിക്കുന്ന എല്ലാവർക്കും ഔദാര്യമായി തന്റെ ജ്ഞാനം നൽകുന്നു. ദൈവം അവരെ ഭർസിക്കുന്നതുമില്ല. These few people are the ones who ask God for his wisdom. ഈ ഏതാനും ചിലരാണ് ദൈവിക ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് യാചിക്കുന്നത്. It is you and me. അത് നിങ്ങളും ഞാനുമാകുന്നു. And God gives generously to his children when they ask him. തന്റെ മക്കൾ യാചിക്കുമ്പോൾ ദൈവം ഔദാര്യമായി അവർക്ക് ജ്ഞാനം നൽകുന്നു. Without finding any fault. അവരെ ഭർസിക്കാതെ, അവരിൽ കുറ്റം കണ്ടെത്താതെ. Thank God for doing that. ദൈവം അപ്രകാരം ചെയ്യുന്നതിന് ദൈവത്തോട് നന്ദി പറയാം. When we go to somebody to ask for their wisdom, നമ്മൾ ഒരു വ്യക്തിയുടെ അരികിൽ ചെന്ന് ആ വ്യക്തിയുടെ ജ്ഞാനത്തിനു വേണ്ടി നമ്മൾ അവരോട് യാചിക്കുകയാണെങ്കിൽ they'll think 100 things whether I can share my wisdom with this boy. അവർ 100 കാര്യങ്ങൾ ചിന്തിക്കും. എന്റെ ജ്ഞാനം ഈ വ്യക്തിക്ക് പകർന്നു കൊടുക്കുന്നത് നല്ലതാണോ അല്ലയോ? Should I tell all my secrets to this girl? ഞാൻ എന്റെ രഹസ്യങ്ങളെല്ലാം ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കണമോ? But God gives generously to his children his own wisdom. എന്നാൽ ദൈവം തന്റെ മക്കൾക്ക് ഔദാര്യമായി തന്റെ സ്വന്തം ജ്ഞാനം നൽകുന്നു. It is available to you. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. Ask him today. നിങ്ങൾ ഇന്ന് ദൈവത്തോട് Cry യാചിക്കുവിൻ. for this wisdom today. ഈ ജ്ഞാനത്തിനായി ഇന്ന് ദൈവത്തോട് നിലവിളിക്കുവിൻ. Tell him I need to leave this place only with your wisdom, Lord. ദൈവത്തോട് പറയുവിൻ, കർത്താവേ, ഈ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഈ സ്ഥലം വിട്ടു പോകൂ. Like that little boy, make me someone great. ആ കൊച്ചു ബാലനെ പോലെ അങ്ങനെ വലിയവനാക്കി മാറ്റണമേ. So I can bring glory to your name. അങ്ങനെയെങ്കിൽ അങ്ങയുടെ നാമത്തിന് മഹത്വം കരയേറ്റുവാൻ എനിക്ക് And കഴിയും. show this world the one who gave me all wisdom. എനിക്ക് സകല ജ്ഞാനവും നൽകുന്ന അങ്ങയെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിക്കും. How do we ask God? നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് യാചിക്കേണ്ടത്? When problems come, പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, as I said, we start to fear. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഭയപ്പെടുവാൻ തുടങ്ങുന്നു. We start to shake. നമ്മൾ ജീവിതത്തിൽ കുലുങ്ങുവാൻ ആരംഭിക്കുന്നു. When me and my sister Sharon were little children, ഞാനും എന്റെ സഹോദരി ഷാരനും കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ we loved watching one of the cartoons called Dragon Ball. ഡ്രാഗൺ ബോയ് എന്നു പേരുള്ള ഒരു കാർട്ടൂൺ കാണുവാൻ ഞങ്ങൾക്ക് വളരെ Oh, ഇഷ്ടമായിരുന്നു. it was so good, അത് വളരെ നല്ലതായിരുന്നു. so interesting. അത് വളരെ രസകരമായ കാർട്ടൂണായിരുന്നു. But my mother would never let us watch because it was violent. എന്നാൽ അത് കാണുവാൻ അമ്മ ഞങ്ങളെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. കാരണം അതിൽ അക്രമവും അടിയും It ഇടിയുമായിരുന്നു. was fighting all the time. അതിൽ എപ്പോഴും സംഘടനകളായിരുന്നു. So she would say, no, you cannot watch. അതുകൊണ്ട് അമ്മ ഞങ്ങളോട് പറയും, ഇല്ല, നിങ്ങൾ അത് ഒരിക്കലും കാണരുത്. But when we would study only, it would at 8 o'clock it would correctly come. എന്നാൽ ഞങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കൃത്യം 8 മണിക്ക് ആ കാർട്ടൂൺ തുടങ്ങും. Only when we sit to study in the peak of studies. ഞങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ പഠനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ ഇത് ആരംഭിക്കും. So we would say, Mommy, toilet is coming, please let me go. അപ്പോൾ ഞാൻ പറയും, അമ്മേ, എനിക്ക് ബാത്റൂമിൽ പോകണം, ദയവായി എന്നെ പറഞ്ഞയക്കൂ. Then my sister would say, oh, I'm so hungry, I want to eat. അപ്പോൾ എന്റെ സഹോദരി പറയും, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും തിന്നണം. Mother will think, when has this girl even felt hungry? അപ്പോൾ എന്റെ അമ്മ ഇങ്ങനെ ചിന്തിക്കും, ഇവൾക്ക് എപ്പോഴാണ് വിശക്കുന്നത്? She never eats food when I give her. ഞാൻ ഭക്ഷണം കൊടുത്താൽ ഒരിക്കലും അവൾ കഴിക്കാറില്ല. Suddenly she feels hungry. എന്നാൽ പെട്ടെന്ന് അവൾക്ക് വിശക്കുന്നു. Okay, go, she'll say. അമ്മ പറയും, ശരി, നീ പോയി ഭക്ഷണം And കഴിച്ചോളൂ. we'd sneak into the next room where the TV is. ഞങ്ങൾ ടിവിയുള്ള മുറിയിലേക്ക് സാവധാനത്തിൽ പോകും. Turn the volume low. ഞങ്ങൾ ടിവിയുടെ ശബ്ദം കുറയ്ക്കും. Both of us will watch ഞങ്ങൾ രണ്ടുപേരും ആ പരിപാടി കാണും, secretly. രഹസ്യത്തിൽ. And I would stand next to the door so that when my mother's footsteps would sound, we'd immediately switch off the TV. ഞാൻ കതകിനടുത്ത് നിൽക്കും. എൻ്റെ അമ്മയുടെ കാലടി ശബ്ദം കേട്ടാൽ ഉടനടി ഞങ്ങൾ രണ്ടുപേരും ഓടിച്ചെന്ന് TV ഓഫ് ചെയ്യും. But one day as we were watching so എന്നാൽ interestingly, ഒരു ദിവസം ഞങ്ങൾ വളരെ താല്പര്യത്തോടെ കാർട്ടൂൺ I forgot കാണുകയായിരുന്നു. to listen to the footsteps. അമ്മയുടെ കാലടി ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുവാൻ ഞാൻ മറന്നുപോയി. My mother came in and held my ear എൻ്റെ അമ്മ അകത്തേക്ക് വന്ന് എൻ്റെ ചെവിയിൽ പിടിച്ചു. and started to give me a beating. എനിക്ക് നല്ല അടി തരുവാൻ തുടങ്ങി. I said, Mother, ഞാൻ പറഞ്ഞു, അമ്മേ, not me, but Sharon only made me watch this. ഞാനല്ല, ഷാരനാണ് എനിക്ക് ഈ പരിപാടി കാണിച്ചു തന്നത്. I panicked and this came out. ഞാൻ വേദനയോടെ അവിടെ നിന്ന് ഓടിപ്പോന്നു.
Mummy said, Sharon won't watch, only you will make her watch like this. അമ്മ പറഞ്ഞു, ഷാരൻ അത് കാണില്ല, നീയാണ് അവൾക്ക് അതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. Gave both of us beating അന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അടി കിട്ടി. and dragged us to study. ഞങ്ങളെ 2 പേരെയും പഠിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. Fear comes when we get നമ്മൾ caught. തെറ്റ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നമ്മെ പിടികൂടുമ്പോൾ നമുക്ക് And ഭയമുണ്ടാകുന്നു. we say all lies and cheat and try to find a way out. അപ്പോൾ നമ്മൾ എല്ലാ നുണകളും പറയുന്നു, ചതിപ്രയോഗങ്ങൾ നടത്തുന്നു, രക്ഷപ്പെടുവാനുള്ള മാർഗം കണ്ടുപിടിക്കുന്നു. Daniel also went through this. ദാനിയേലും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയി. In the Bible, in Daniel chapter 2, വേദപുസ്തകത്തിൽ ദാനിയേൽ 2-ാം അധ്യായത്തിൽ the king in the court suddenly had a dream one day. രാജകൊട്ടാരത്തിൽ രാജാവ് പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടു. He couldn't understand what the dream was. സ്വപ്നത്തിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല. He asked all the wise men in his court, what is this dream and what is the meaning? അദ്ദേഹം തന്റെ കൊട്ടാരത്തിലെ എല്ലാ ജ്ഞാനികളോടും ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. Nobody could figure out what it was. എന്നാൽ ആർക്കും കൃത്യമായ ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല. The king was so annoyed. രാജാവ് വളരെയധികം കോപാകുലനായി. I have kept all you wise people so that you will give me the answers. രാജാവ് പറഞ്ഞു, ജ്ഞാനികളായ നിങ്ങളെ എല്ലാവരെയും ഞാൻ പോറ്റി പുലർത്തുന്നു, അതുകൊണ്ട് എന്റെ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. None of you are able to answer. നിങ്ങൾക്ക് ആർക്കും അതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ കഴിയുന്നില്ല. What use is there to have you? പിന്നെ നിങ്ങളെയെല്ലാം പരിപാലിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഉപയോഗം? I'll kill all of you if you cannot answer. നിങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊന്നുകളയും. Daniel rushed to the king. ദാനിയേൽ രാജാവിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. Said, please give me one day. ദാനിയേൽ പറഞ്ഞു, ഒരു ദിവസത്തെ സമയം എനിക്ക് തരൂ. And the king said, okay. രാജാവ് അതിന് സമ്മതം മൂളി. Daniel was full of fear. ദാനിയേൽ ഭയത്താൽ നിറഞ്ഞിരുന്നു. He was afraid for his life. അവൻ തന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പോലും ഭയപ്പെട്ടു. He rushed to his friends and said, please pray for me. അവൻ തന്റെ സ്നേഹിതന്മാരുടെ അരികിൽ ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവെന്ന് And പറഞ്ഞു. he looked up to the Lord. അവൻ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. Please reveal to me. അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് സ്വപ്നത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തി തരേണമേ. God in his mercy answered. ദൈവം കൃപയോടെ അവന് ഉത്തരം നൽകി. When Daniel called, ദാനിയേൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ God showed him the mysteries of the king's dream. രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി. And what is going to happen as per the dream. ആ സ്വപ്നം അനുസരിച്ച് എന്താണ് നടക്കുവാൻ പോകുന്നതെന്ന് ദൈവം ദാനിയേലിനോട് പറഞ്ഞു. And Daniel went and told the king. ദാനിയേൽ അതെല്ലാം രാജാവിനോട് പറഞ്ഞു. When the king heard this dream and the interpretation, രാജാവ് സ്വപ്നവും സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ he fell at the feet of Daniel. ദാനിയേലിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. He was a great king. അദ്ദേഹം മഹാനായ ഒരു രാജാവായിരുന്നു. All the enemies would shake at the mention of the king's name. ആ രാജാവിന്റെ പേര് പറഞ്ഞാൽ തന്നെ ശത്രുക്കൾ എല്ലാവരും ഭയന്നു വിറച്ചിരുന്നു. But when Daniel spoke this എന്നാൽ before രാജാവിന്റെ him, മുൻപാകെ ദാനിയേലെ സ്വപ്നത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തിയപ്പോൾ രാജാവ് ദാനിയേലിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. Daniel, ദാനിയേലേ, your God is the Lord of lords and the King of kings. നിന്റെ ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. He is the revealer of mysteries. നിന്റെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. How great is his wisdom. നിന്റെ ദൈവത്തിന്റെ ജ്ഞാനം എത്ര മഹത്തായതാണ്. And he showered all the treasures and position on Daniel. രാജാവ് സ്ഥാനമാനങ്ങളും നിക്ഷേപങ്ങളും നൽകി ദാനിയേലിനെ മാനിച്ചു. And made him the ruler next to him. ദാനിയേലിനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയാക്കി. രാജാവിന്റെ അടുത്ത സ്ഥാനം That is the ദാനിയേലിനായിരുന്നു. wisdom of God അതാകുന്നു ദൈവത്തിന്റെ ജ്ഞാനം. that is available to you and me. അത് നിങ്ങൾക്കും എനിക്കും ലഭ്യമാണ്. This grace is ready to fill us. ഈ കൃപ ഇപ്പോൾ നമ്മെ നിറയ്ക്കുവാൻ You തയ്യാറായിരിക്കുന്നു. see, my friends, നോക്കൂ സ്നേഹിതന്മാരെ, when troubles come against our life, ജീവിതത്തിൽ നമുക്കെതിരായി കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, when the boss may threaten you നിങ്ങളുടെ ബോസ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, to finish something great, മഹത്തായ എന്തെങ്കിലും ഒന്ന് പൂർത്തീകരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, or when you have to do something too big to achieve, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത എന്തെങ്കിലും വലിയൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായി വരുമ്പോൾ, we start to shake. നമ്മൾ കുലുങ്ങി പോകുവാൻ തുടങ്ങുന്നു. We become afraid. നമ്മൾ ഭയത്തിനെ അടിമപ്പെടുന്നു. We don't know what to do and we stop. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ നിന്നു പോകുന്നു. But turn your earthly fear into the fear of God. എന്നാൽ നിങ്ങളുടെ ഭൗമികമായ ഭയത്തെ നിങ്ങൾ ദൈവഭയമാക്കി മാറ്റുവിൻ. Because we need not be like the കാരണം others, നമ്മൾ മറ്റുള്ളവരെ പോലെ ആകേണ്ടതില്ല. afraid of the problems of the world.
ലോകത്തിലെ പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Afraid of great challenges. വെല്ലുവിളികളോർത്ത് ഭയപ്പെടേണ്ടതില്ല. No, my friend. അതെ സ്നേഹിതന്മാരെ, അങ്ങനെ ചെയ്യരുത്. Turn your fear into fear before the Lord. നിങ്ങൾ നിങ്ങളുടെ ഭൗമികമായ ഭയത്തെ ദൈവ ഭയമാക്കി മാറ്റുവിൻ. That's all you need to do. നിങ്ങൾ അത് മാത്രം ചെയ്താൽ That മതി. is the solution. അതാകുന്നു പരിഹാരമാർഗ്ഗം. Tremble before the one who possesses all wisdom of the world. ലോകത്തിന്റെ സകല ജ്ഞാനവും കൈവശമാക്കിയിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ നടുങ്ങി വിറയ്ക്കുവിൻ. Who can counsel the Lord? കർത്താവിന് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ആർക്ക് കഴിയും? Who can teach? കർത്താവിനെ പഠിപ്പിക്കുവാൻ ആർക്ക് He സാധിക്കും? knows all things. കർത്താവ് സകലതും അറിയുന്നു. Tremble before the King of Kings to receive his wisdom. ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നതിനു വേണ്ടി രാജാതി രാജാവിന്റെ മുൻപാകെ നടുങ്ങി വിറയ്ക്കുവിൻ. And so say, Lord, give me grace. പറയുവിൻ, കർത്താവേ എനിക്ക് കൃപ നൽകണമേ. And you'll be so happy as this wisdom flows into you. ഈ ജ്ഞാനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷമുള്ളവരായി മാറും. And God will raise you up. ദൈവം നിങ്ങളെ ഉയർത്തും. Yes, Jesus came into this world so that we could access this Father's wisdom. അതെ, യേശു ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് പിതാവിന്റെ ജ്ഞാനം നമുക്കെല്ലാവർക്കും ലഭ്യമായിരിക്കുന്നു. Because as per Colossians 2:3, കാരണം കൊലോസ്യർ 2:3 പ്രകാരം in Jesus Christ are the treasures of wisdom and knowledge. യേശു ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. It is found in him. അതെല്ലാം യേശുവിൽ ഗുപ്തമായിട്ടിരിക്കുന്നു. And he gives access to this treasure ഈ ജ്ഞാനത്തിലേക്ക് യേശു നമുക്ക് പ്രവേശനം നൽകുന്നു. as we receive him. നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ He lives in our hearts through his Holy Spirit. തന്റെ പരിശുദ്ധാത്മാവിലൂടെ യേശു നമ്മുടെ ഹൃദയത്തിൽ And വസിക്കുന്നു. God's Spirit combines with ours ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് കൂടിച്ചേരുന്നു. so that we can have full access. അതുകൊണ്ട് ആ ദൈവിക ജ്ഞാനത്തിലേക്ക് നമുക്ക് പൂർണ്ണമായ പ്രവേശനം ലഭിക്കുന്നു. John 16:15 says, യോഹന്നാൻ 16:15 പറയുന്നു, all that belongs to the Father is mine, Jesus. യേശു പറയുന്നു, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. That is why I said the Spirit will receive from me and he will make known to you. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. The Holy Spirit will bring these treasures of wisdom and knowledge to us. പരിശുദ്ധാത്മാവ് ഈ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തരും. 1 Corinthians 2:9 and 10 says, 1 കൊരിന്ത്യർ 2:9-10 വാക്യങ്ങൾ the Holy പറയുന്നു, Spirit reveals all that God has prepared for his loved ones. തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സകലതും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. So cry for the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി നിലവിളിക്കുക. Ask him, I need you, Lord. പറയുവിൻ, കർത്താവേ എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I need to be connected in my spirit with എന്റെ God ആത്മാവ് ദൈവാത്മാവുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. so that I will not be blinded by the devil, അങ്ങനെയെങ്കിൽ പിശാചിനെ എന്റെ കണ്ണുകളെ കുരുടാക്കുവാൻ കഴിയില്ല. but I will have full access to God who gives his wisdom generously. എന്നാൽ ഔദാര്യമായി ഈ ജ്ഞാനം എനിക്ക് നൽകുന്ന ദൈവത്തിങ്കിലേക്ക് എനിക്ക് പൂർണ്ണതോതിൽ പ്രവേശനമുണ്ടാകും. I'll be strong. ഞാൻ ശക്തനായിരിക്കും. I'll be wise. ഞാൻ ജ്ഞാനിയായിരിക്കും. I will not be afraid. ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല. Ephesians 1:14 says എഫേസ്യർ 1:14 പറയുന്നു, that through this Holy Spirit in us, നമ്മിലുള്ള ഈ പരിശുദ്ധാത്മാവ് മുഖാന്തരം we are able to share in the inheritance that God gives us. ദൈവം നമുക്ക് നൽകുന്ന അവകാശത്തിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് കഴിയും. The inheritance of his wisdom. ദൈവിക ജ്ഞാനത്തിന്റെ അവകാശത്തിൽ Jesus gave his life so that we could be one with him. യേശു നമുക്ക് വേണ്ടി തന്റെ ജീവൻ വെടിഞ്ഞു. അതുകൊണ്ട് നമുക്ക് യേശുവിനോട് ഒന്നായി തീരുവാൻ കഴിയും. Through his blood we are able to be his children. യേശുവിന്റെ രക്തം മുഖാന്തരം നമുക്ക് യേശുവിന്റെ മക്കളായി തീരുവാൻ സാധിക്കും. And to his children he gives full access to his inheritance. യേശുവിന്റെ മക്കൾക്ക് യേശു തന്റെ അവകാശത്തിലേക്ക് പൂർണ്ണമായ പ്രവേശനം നൽകുന്നു. Thank God for the sacrifice of our Lord Jesus. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗബലിക്കായി ദൈവത്തിന് സ്തോത്രം. We are able to have this wisdom of God. അതിലൂടെ നമുക്ക് ഈ ജ്ഞാനം സ്വന്തമാക്കുവാൻ കഴിയുന്നു. And when you're with the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനോടൊപ്പം വസിക്കുമ്പോൾ there is no place for പിന്നീട് fear. നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല. 2 Timothy 1:7 says, 2 തിമോത്തിയോസ് 1:7 വാക്യം പറയുന്നു, for God has not given us a spirit of fear, ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല but നൽകിയിരിക്കുന്നത്, a spirit of sound mind. സുബോധത്തിന്റെ ആത്മാവിനെയത്രേ To നൽകിയിരിക്കുന്നത്. be clear and strong in our mind.
നമ്മുടെ മനസ്സിൽ നമ്മൾ ശക്തിയും വ്യക്തതയും ഉള്ളവരായി തീരുന്നതിന്, only operating under the wisdom of ദൈവം God. നൽകുന്ന ജ്ഞാനത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതിന്. Thank God for this wisdom. ഈ ജ്ഞാനത്തിനായി ദൈവത്തിന് സ്തോത്രം കരേറ്റുവിൻ.